വെൽക്കം ടു മാഷപ്പ് കഫേ. ഇന്നത്തെ വീഡിയോ എയർ ഫ്രയറിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ്. ഇതിനു മുമ്പ് മൈക്രോവേവ് കൺവെൻഷൻ പിന്നെ കുക്കിംഗ് റേഞ്ച് ഇതിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ടീ ടൈം ബട്ടർ കേക്കാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് വേറൊരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ബട്ടറാണ്, 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് ഷുഗർ. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷുഗറും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 2 എഗ്ഗാണ് ആഡ് ചെയ്യുന്നത്. 1/1 ആയിട്ട് ആഡ് ചെയ്യാം. ഇത് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എഗ്ഗും ഷുഗറും ബട്ടറും കൂടി ഒന്ന് ബ്ലെൻഡ് ആയാൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ടീ കേക്കിന് പൈനാപ്പിൾ എസൻസ് ഫ്ലേവറും നന്നായിട്ടുണ്ടാവും. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന പോലെ എഗ്ഗ് ഒരുപാട് പതഞ്ഞ് വരേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് ബ്ലെൻഡായാൽ മതി. ഇനി സ്പാച്ചില യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ആയതുകൊണ്ട് കുറച്ച് കട്ട പിടിച്ചിരിക്കും. സ്പാച്ചില കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ എല്ലാം ഈവനായി കിട്ടും. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഒരു 2-3 ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ആഡ് ചെയ്യുന്നത്. പാലും 2 ടൈംസ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ബാക്കി പാലും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം ജസ്റ്റ് മിക്സ് ചെയ്താണ് എടുക്കുന്നത്, ബീറ്റ് ചെയ്യുന്നില്ല. ഇനി ഒരു സ്പാച്ചില യൂസ് ചെയ്ത് എല്ലാം നല്ല ഈവൻലി മിക്സ് ചെയ്തെടുക്കാം. 8 ഇഞ്ച് പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സ്ക്വയറും കൊണ്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ജീപാസിൻ്റെ എയർ ഫ്രയറാണ്. ഇതിൻ്റെ റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിലിടാം. എയർ ഫ്രയർ ഓൺ ചെയ്തു. 180 ഡിഗ്രി 15 മിനിറ്റ്സ് ഇതിൽ കാണിക്കുന്ന ഡിഫോൾട്ട് ഫംഗ്ഷനാണ്. കേക്ക് ഓപ്ഷൻ പ്രസ് ചെയ്യാം. കേക്ക് ഓപ്ഷനിൽ വരുന്നത് 160 ഡിഗ്രി 25 മിനിറ്റ്സ് അതിൽ തന്നെ തന്നിട്ടുള്ള സമയമാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഒരു 22 അല്ലെങ്കിൽ 23 മിനിറ്റ്സ് ആവുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ 24 മിനിറ്റ്സ് ആയി. ചെക്ക് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ സൈഡിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു അൺഈവൻ ഇത് കാണത്തില്ല, നല്ല ക്ലിയർ ആയിട്ട് വരും. സോ സൈഡിൽ ബട്ടർ പേപ്പർ കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഓവനിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു പർട്ടിക്കുലർ ടൈം ആവുന്ന വരെ ഓപ്പൺ ചെയ്യാൻ പാടില്ല, നടുക്ക് വേകാണ്ടാവും. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു 20-21 ഒക്കെ ആവുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതുവരെ ഓപ്പൺ ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ടീ കേക്കിന് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ചാനലിൽ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം. താങ്ക്